എയർപോർട്ടിൽ നിന്ന് തന്നെ ഇന്റർവ്യൂ എടുക്കുന്ന ആരോ കണ്ടിരിക്കുന്നോ? എന്നാ കണ്ടോളി. ഇപ്പോൾ 3 വർഷത്തെ ഇതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇറങ്ങുന്നത്. 3 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാൻ തോന്നുന്നുണ്ടോ? ഇപ്പൊ തോന്നണില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്വപ്നങ്ങൾ എനിക്കുണ്ട്, എൻ്റെ ഡ്രീം. അപ്പൊ ആ ഡ്രീമാണ് എന്നെ വീണ്ടും ഇങ്ങോട്ട് ഈ പ്രവാസത്തിലേക്ക് എന്നെ നയിച്ചത്. ഇതിപ്പം പോവാണ്, എയർപോർട്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. അങ്ങനെ തിരിച്ച് ടിക്കറ്റ് തരും. പോണോ? വേണ്ട 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 വേണ്ട. കാരണം വെച്ചാല് 3.5 വർഷത്തെ ഈ നാട്ടിലത്തെ ജീവിതത്തോണ്ട് എന്താണ് പഠിച്ചത്? ഒന്നും പഠിച്ചിട്ടില്ല. എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, അതാണ് സ്വർഗം. കാരണം വെച്ചാല് വളരെ സന്തോഷം. പിന്നെ അവരെ വിട്ട് പിരിഞ്ഞ് പിന്നെ എന്തുകൊണ്ട് ഇങ്ങോട്ട്. പക്ഷെ അതല്ല, യാത്രകൾ അവസാനിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. യാത്രയിലൂടെ പലതും നേടാനുണ്ട്, പലതും അറിയാനുണ്ട്. അല്ലെ, എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന നിരവധി സുഹൃത്തുക്കള്, അതിനുള്ള ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും. അവരൊക്കെ വീണ്ടും ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ കാണാം എന്നാണ്. ആദ്യം ചെയ്ത 21 വർഷം നിങ്ങൾ ഇവിടെ ഉണ്ടായിന്ന് പറയില്ലേ, അന്ന് ചെയ്ത ആ മധുരയും ആടുജീവൻ തന്നെ ഇനി കിട്ടുമെന്നുള്ള വിശ്വാസം ഉണ്ടോ? ആടുകള് എൻ്റെ കുട്ടികളെ പോലെയാണ്. കാരണം വെച്ചാല് അവരുമായിട്ടുള്ള ജീവിതം എൻ്റെ കുടുംബാംഗങ്ങളെ പോലെ, എൻ്റെ സന്തത സഹചാരികളെ പോലെയാണ് ഞാൻ ആടിനെയും ഒട്ടകത്തെയും കാണുന്നത്. അവരുടെ ആ ചൂരും മണവും അവരുടെ കരച്ചിലും എല്ലാം എനിക്ക് ഒരു കുളിരും ഒരു തേങ്ങലും ഒരു വിങ്ങലുമാണ്. അവരുടെ കൂടെ ഉണ്ടായ 20 വർഷം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ആടുകളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? അതൊക്കെ അറുത്തിട്ട് അറബികൾ അൽഫാമും മന്തിയൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. ഏതായാലും പിന്നെ 3.5 കൊല്ലം നാട്ടിൽ നിന്ന് തിരിച്ചിവിടെ എത്തിക്കണേ. ഇനി ഒന്നും പറയാനില്ല. ഇപ്പൊ ടിക്കറ്റ് വേണേ തിരിച്ചു തരും, വേണേ പോവാം. ഇല്ല, ഞാൻ പോയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്ന ഈ സ്നേഹം ഉണ്ടല്ലോ, അതെനിക്ക് നിങ്ങളുടെ കൂടെ തന്നെ മരണം വരെ തുടർന്നു പോകാനുള്ളൊരു മാനസിക പ്രചോദനമാണ് എനിക്ക് തരുന്നത്. അതുകൊണ്ട് തിരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉറപ്പിച്ച്. അല്ലേ, സങ്കടം ഇങ്ങനെ കണ്ടിട്ടേ ഇയാൾ വന്നിട്ട് ഇങ്ങക്കാണല്ലോ സങ്കടം കൂടുതൽ. വന്ന വഴി നോക്കി വരുമ്പോ തന്നെ പെട്ടിയൊക്കെ പൊളിപ്പിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഇവിടെ കാല് കുത്തിയപ്പോ തന്നെ ഇയാളെ പെട്ടിയൊക്കെ പൊളിച്ചിരിക്കണേ. അപ്പൊ നമുക്ക് ആടുജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു നിങ്ങൾ അനുഗ്രഹിക്കുക. ഓക്കെ, താങ്ക് യു.